ഹായ് എവരി വൺ. ടർബൈൻസ് ആൻഡ് പമ്പ്സ് എന്ന വീഡിയോ സീരീസിലെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആയിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഒരു റിയൽ ലൈഫ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ 2 പോയിന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി വൈൽ ഫ്ലോയിങ് ത്രൂ ദ വൊല്യൂട്ട് കേസിംഗ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വൊല്യൂട്ട് കേസിംഗ്. ഓക്കെ, ഈ കേസിംഗിൽ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, ഈ കേസിംഗ് വഴിക്ക് പാസ് ചെയ്യുന്ന സമയത്താണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇമ്പല്ലർ ഉണ്ടായിരിക്കുക. ദെൻ വാക്യൂം ക്രിയേറ്റഡ് അറ്റ് ദ ഐ ഓഫ് ദ ഇമ്പല്ലർ കോസസ് ദ ലിക്വിഡ് ഫ്രം ദ സമ്പ് ടു റഷ് ത്രൂ ദ സക്ഷൻ പൈപ്പ്. അതായത് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുക. സോ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വഴിക്കായിരിക്കും സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണമായിരിക്കും നമ്മുടെ വാട്ടർ ഇമ്പല്ലറിൽ നിന്ന് ത്രോ ചെയ്യപ്പെട്ട് കേസിംഗ് വഴിക്ക് പോകുന്നത്. സോ ആ സമയത്ത് നമ്മുടെ ഇമ്പല്ലറിന്റെ സെൻട്രൽ ഐ ഓഫ് ദ ഇമ്പല്ലറിൽ നമുക്കൊരു വാക്വം പ്രഷർ ക്രിയേറ്റ് ആവും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ വാക്വം കാരണമായിരിക്കും നമ്മുടെ സക്ഷൻ പൈപ്പ് വഴിക്ക് സമ്പിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, സോ ഇവിടെ ലോ പ്രഷറും നമ്മുടെ സമ്പിൽ ഹൈ പ്രഷറും വരുന്നതുകൊണ്ട് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ സക്ഷൻ പൈപ്പ് വഴിക്ക് സമ്പിൽ നിന്നും വാട്ടർ റഷ് ചെയ്ത് ഐ ഓഫ് ദ ഇമ്പല്ലറിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഈ റിയൽ ലൈഫ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡയഗ്രം നോക്കാം. വൊല്യൂട്ട് കേസിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഐ ഓഫ് ദി ഇമ്പല്ലർ. ഇവിടെ ആയിരിക്കും നമ്മൾ സക്ഷൻ പൈപ്പിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കേസിംഗ് അവസാനിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഡെലിവറി പൈപ്പ്. ഇവിടെ ആയിരിക്കും ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് മോട്ടോർ. ഈ ഇലക്ട്രിക് മോട്ടോറിനെ ഷാഫ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പമ്പിന്റെ ഇമ്പല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ല, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. നമ്മൾ പറഞ്ഞു എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പേര് വരാനുള്ള കാരണം. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും പ്രഷർ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു കോമ്പണന്റ് വെച്ചിട്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിസ്റ്റൺ ആയിരിക്കും നമ്മുടെ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ വേരിയേഷൻസ് ഇവിടെയും ഉണ്ടാവും. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ കാരണമാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയാൻ കാരണം. ഇനി ഇറ്റ് സക്സ് ആൻഡ് റൈസസ് ദ ലിക്വിഡ് ബൈ ആക്ച്വലി ഡിസ്പ്ലേസിംഗ് ഇറ്റ് വിത്ത് എ പിസ്റ്റൺ ആൻഡ് പ്ലഞ്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ദ പിസ്റ്റൺ ഓർ പ്ലഞ്ചർ, പിസ്റ്റൺ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്ലഞ്ചർ, എക്സിക്യൂട്ട്സ് എ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇൻ എ ക്ലോസ്ലി ഫിറ്റിംഗ് സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനിലായിരിക്കും നമ്മുടെ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പിസ്റ്റണിന്റെ ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷനാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു മോഷനാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഈ മോഷനിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ എക്സാമ്പിളായ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ആ പേര് വരാനായിട്ടുള്ള കാരണം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഒരു റിയൽ ലൈഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഇവിടെയും നമുക്ക് ഇലക്ട്രിക് മോട്ടോർ കാണാം. ദെൻ സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും അറ്റാച്ച് ചെയ്യാനുള്ള ഹോളുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, നൗ മെയിൻ പാർട്സ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ലേ ഔട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പാർട്സ് ഏതൊക്കെ വരാൻ നോക്കാം. സിലിണ്ടർ, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ ഈ സിലിണ്ടർ ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇത് കട്ട് സെക്ഷൻ മോഡലാണ്. ദെൻ പിസ്റ്റൺ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഉള്ളിൽ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന കോമ്പണന്റ് ആണ് പിസ്റ്റൺ. സോ പിസ്റ്റൺ ഈ ലെഫ്റ്റ് പൊസിഷനിൽ നിന്നും റൈറ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. നേരെ തിരിച്ചും, അതായത് റൈറ്റ് പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് പൊസിഷനിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യും. സോ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഈ മോഷനെ പറയുന്ന പേരാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. നൗ സക്ഷൻ വാൽവ്. സക്ഷൻ വാൽവിന് മുമ്പായിട്ട് നമുക്ക് സക്ഷൻ പൈപ്പ്, നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ പറഞ്ഞ അതേപോലെ സക്ഷൻ പൈപ്പ് ഉണ്ട്. അതേപോലെ ഇവിടെ സ്ട്രെയിനറും ഫുഡ് വാൽവും ഉണ്ടായിരിക്കും. സോ ഈ സക്ഷൻ പൈപ്പ് ചെന്ന് സിലിണ്ടറിൽ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു വാൽവ് ഉണ്ടായിരിക്കും. ഈ വാൽവ് ഒരു നോൺ റിട്ടേൺ വാൽവാണ്. നമ്മൾ ഇവിടെ ഫുഡ് വാൽവിന്റെ കേസ് പറഞ്ഞ പോലെ ഇതൊരു നോൺ റിട്ടേൺ വാൽവാണ്. അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമേ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കുള്ളൂ. ആ വാൽവിന് പറയുന്ന പേരാണ് സക്ഷൻ വാൽവ്. അതേപോലെ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഉണ്ടായിരുന്ന പോലെ ഇവിടെ ഡെലിവറി പൈപ്പ് ഉണ്ട്. ഈ ഡെലിവറി പൈപ്പാണ് വാട്ടറിനെ പമ്പ് ചെയ്ത് ഹൈ പ്രഷർ വാട്ടറിനെ റിക്വയർഡ് ഹൈറ്റിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഡെലിവറി ടാങ്കിലേക്ക് എത്തിക്കുന്നത്. സോ ഈ ഡെലിവറി പൈപ്പ്
സിലിണ്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു വാൽവ് ഉണ്ടായിരിക്കും. ആ വാൽവിന്റെ പേരാണ് ഡെലിവറി വാൽവ്. ഈ ഡെലിവറി വാൽവും നമ്മുടെ സക്ഷൻ വാൽവ് പോലെ തന്നെ ഒരു നോൺ റിട്ടേൺ വാൽവ് ആയിരിക്കും. അതായത് അപ്വേർഡ് ഡയറക്ഷൻ മാത്രമേ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമേ വാട്ടറിനെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, നൗ സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ് ആൻഡ് ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം. ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ പഠിക്കുന്ന സമയത്തൊക്കെ വരയ്ക്കുന്ന സെയിം മെക്കാനിസം ആണ്. എന്താണ് ചെയ്യുന്നത് നോക്കാം. ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം. നേരത്തെ നമ്മൾ പറഞ്ഞു പിസ്റ്റണിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കാരണമാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? സോ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് മോട്ടോർ കണക്ട് ചെയ്യണം. ആക്ച്വലി ഇലക്ട്രിക് മോട്ടോറിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവുന്ന സമയത്ത് ഈ ക്രാങ്ക്, ഇവിടെ ക്രാങ്ക് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് കാണിച്ചിട്ടുണ്ട്. ഈ ക്രാങ്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഷാഫ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. ഈ ഷാഫ്റ്റ് ശരിക്കും ഇലക്ട്രിക് മോട്ടോറിന്റെ ഷാഫ്റ്റിന്റെ ഒപ്പം കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രിക് മോട്ടോറിന്റെ ഷാഫ്റ്റ് ഡയറക്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിലേക്കായിരിക്കും കപ്പിൾ ചെയ്യുന്നുണ്ടാവുക. സോ ഇലക്ട്രിക് മോട്ടോർ ഓൺ ചെയ്താൽ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ക്രാങ്ക് വിൽ റിവോൾവ്. ക്രാങ്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റെവല്യൂഷൻ നടക്കും. ഓക്കെ, സോ ക്രാങ്ക് റിവോൾവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രാങ്ക് 0 ഡിഗ്രി ആയിരുന്നു ആദ്യം. ക്രാങ്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക വിത്ത് ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിസ്റ്റൺ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിലായിരിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ ആഫ്റ്റർ ടൈം ടി നമ്മുടെ ക്രാങ്ക് ഇത്രയും ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്തു, ഇത്രയും ആംഗിൾ ക്രാങ്ക് റിവോൾവ് ചെയ്തു. സോ ഈ ക്രാങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പണന്റ് ആണ് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡിന്റെ ഒരു എൻഡ് ക്രാങ്കിലേക്കും മറ്റേ എൻഡ് എന്ന് പറയുന്നത് പിസ്റ്റൺ റോഡിലേക്കും, അതായത് പിസ്റ്റണും ഒരു റോഡ് ഉണ്ടായിരിക്കും, ആ പിസ്റ്റൺ റോഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക്കലി നമ്മുടെ ക്രാങ്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് കണക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യും. ഈ കണക്റ്റിംഗ് റോഡ് നമ്മുടെ പിസ്റ്റൺ റോഡിനെ പിടിച്ച് വലിക്കും. ഓക്കെ, പിസ്റ്റൺ റോഡിനെ പിടിച്ച് വലിച്ചാൽ അതിൻ്റെ ഒപ്പം പിസ്റ്റണും മൂവ് ചെയ്യും. സോ ആക്ച്വലി ക്രാങ്കിന്റെ റൊട്ടേഷൻ കാരണമാണ്, റെവല്യൂഷൻ കാരണമാണ് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ കൺവേർഷൻ ആണ്, അതായത് റൊട്ടേറ്റിംഗ് മോഷൻ ഓഫ് ദ ക്രാങ്ക് ഈസ് കൺവേർട്ടഡ് ടു ദ ലീനിയർ മോഷൻ ഓഫ് ദ ലീനിയർ ഓർ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് ദ പിസ്റ്റൺ. പിസ്റ്റണിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം. ഇനി വർക്കിംഗ് നോക്കാം. ആദ്യം ക്രാങ്ക് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മൾ മുൻപ് പറഞ്ഞു. ഇനി മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ഇൻസൈഡ് ദ സിലിണ്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ കണക്ടിംഗ് ദ പിസ്റ്റൺ റോഡ് ടു ക്രാങ്ക് ബൈ മീൻസ് ഓഫ് എ കണക്ടിംഗ് റോഡ്. ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ടുവേർഡ്സ് റൈറ്റ് ക്രിയേറ്റ് എ വാക്വം ഇൻസൈഡ് ദ സിലിണ്ടർ. അതായത് നമ്മുടെ ക്രാങ്ക് 0 ഡിഗ്രി ആംഗിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 180 ഡിഗ്രി ആംഗിളിലേക്ക് എത്തുന്ന ഭാഗം, അതായത് വൺ കംപ്ലീറ്റ് റെവല്യൂഷന്റെ ഫസ്റ്റ് ഹാഫ് ആണ് 0 ഡിഗ്രി ടു 180 ഡിഗ്രി. ആ സമയത്ത് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കും. എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നും എക്സ്ട്രീം റൈറ്റിലേക്കായിരിക്കും പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഈ സമയത്ത് രണ്ട് വാൽവും ഇനീഷ്യലി അടഞ്ഞിരിക്കും. സക്ഷൻ വാൽവും ഡെലിവറി വാൽവും അടഞ്ഞിരിക്കും. ആ സമയത്ത് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്താൽ ഇവിടെ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ പിസ്റ്റണിന്റെയും ഈ സിലിണ്ടറിന്റെയും ഉള്ളിലുള്ള സ്പേസിൽ, വോളിയത്തിൽ നമുക്ക് ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. അതായത് അവിടുത്തെ പ്രഷർ വാല്യൂ കുറയും. ഓക്കെ, ഒരു ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാല്യൂവിലേക്ക് എത്തും. നമ്മൾ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാല്യൂവിനാണ് വാക്യൂം പ്രഷർ എന്ന് പറയുന്നത്. ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ. സോ എന്തായി, ഇതിന്റെ ഉള്ളിൽ ലോ പ്രഷർ. ഇനി നമ്മുടെ സമ്പില് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ സമ്പിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ലോ പ്രഷറിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. സോ ഇവിടെ ഹൈ പ്രഷർ, സിലിണ്ടറിന്റെ ഉള്ളിൽ ലോ പ്രഷർ. സോ എന്താണ്ടാവും, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഫ്ലോ നടക്കും. ലിക്വിഡ് സക്ഷൻ പൈപ്പ് വഴിക്ക്, അതിന് മുൻപായിട്ട് ഫുഡ് വാൽവും സ്ട്രെയിനറും വഴിക്ക് സക്ഷൻ പൈപ്പ് വഴിക്ക് വാട്ടർ ഇവിടേക്ക് എത്തും. ഈ സക്ഷൻ വാൽവിനെ നേരത്തെ പറഞ്ഞു നോൺ റിട്ടേൺ വാൽവാണ്. ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മാത്രമേ സക്ഷൻ വാൽവ് വാട്ടറിനെ കടത്തി വിടുള്ളൂ. സോ ഈ വാട്ടർ തന്നെയാണ് സക്ഷൻ വാൽവ് തുറന്നിട്ട് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഡെലിവറി വാൽവ് അടഞ്ഞിരിക്കും. സോ സക്ഷൻ പ്രോസസ്സാണ് സക്ഷൻ പൈപ്പ് വഴിക്ക് സക്ഷൻ വാൽവ് വഴിക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്ട്രോക്ക്, ഈ പിസ്റ്റണിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെന്റിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക്. അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റിനും സ്ട്രോക്ക് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെന്റിൽ സക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്ട്രോക്കിനെ പറയുന്ന പേര് സക്ഷൻ സ്ട്രോക്ക് എന്നായിരിക്കും. ഓക്കെ, പിസ്റ്റണിന്റെ സക്ഷൻ സ്ട്രോക്കാണ് നടക്കുന്നത്. ഇനി സക്ഷൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നത് പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ എത്തിച്ചേരുമ്പോഴാണ്. ഇനി
നമ്മുടെ ക്രാങ്ക് ഇപ്പോൾ 180 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ടാവും. ഇനി ഈ 180 ഡിഗ്രിയിൽ നിന്നും 360 ഡിഗ്രിയിലേക്ക് ക്രാങ്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ എക്സ്ട്രീം റൈറ്റ് പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് സക്ഷൻ വാൽവ് അടഞ്ഞിരിക്കും. കാരണം എന്താ? ഇത് നോൺ റിട്ടേൺ വാൽവാണ്. ഓൺലി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് വാട്ടറിനെ കടത്തുകയുള്ളൂ. സോ ഈ പിസ്റ്റണിന്റെ ഉള്ളിൽ, സിലിണ്ടറിന്റെ ഉള്ളിലുള്ള വാട്ടർ ഒരിക്കലും സക്ഷൻ വാൽവ് വഴിക്ക് അല്ലെങ്കിൽ സക്ഷൻ പൈപ്പ് വഴിക്ക് താഴോട്ട് പോവില്ല. ഓക്കെ, അത് നമ്മുടെ സക്ഷൻ വാൽവ് എൻഷുർ ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇനീഷ്യലി 2 വാൽവ് അടഞ്ഞിരിക്കും. ആ സമയത്ത് പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വാട്ടറിന്റെ പ്രഷർ വാല്യൂ ഇൻക്രീസ് ആവും. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ പ്രഷർ ഓഫ് ദ വാട്ടർ വിൽ ഇൻക്രീസ്. സോ ഇവിടെ ഡെലിവറി പൈപ്പ് വഴിക്കാണ് വാട്ടർ പോകുന്നത്. ഈ ഡെലിവറി പൈപ്പിന്റെ അറ്റത്ത് ഇറ്റ് ഈസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ആ സമയത്ത് അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ ഡിഫറൻസ് കൂടിയും വരും. സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ, ഡെലിവറി പൈപ്പിന്റെ എൻഡിൽ ലോ പ്രഷർ. സോ വീണ്ടും ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഫ്ലോ നടക്കും. സോ വാട്ടർ സിലിണ്ടറിൽ നിന്നും നമ്മുടെ ഡെലിവറി വാൽവ് വഴിക്ക്, ഡെലിവറി വാൽവിനെ അത് ഓപ്പൺ ചെയ്യും. ഡെലിവറി വാൽവിനെ ഓപ്പൺ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഡെലിവറി പൈപ്പ് വഴിക്ക് റിക്വയർഡ് ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഒരു കളക്ടിങ് ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ടാങ്കിൽ നമുക്ക് വാട്ടറിനെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വെച്ചിട്ട് വാട്ടറിനെ ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പമ്പ് ചെയ്യുന്നു. ഓക്കെ, നൗ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സസ് ലിക്വിഡ്. ഇത് നമ്മൾ സക്ഷൻ പൈപ്പിന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഡ്യൂറിങ് ദ മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ടുവേർഡ്സ് ലെഫ്റ്റ്, ലിക്വിഡ് ഈസ് പുഷ്ഡ് ഇൻ ടു ദ ഡെലിവറി പൈപ്പ്. ഇതാണ് ഡെലിവറി സ്ട്രോക്ക്. അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഡെലിവറി സ്ട്രോക്ക് ആണ്. കാരണം ഡെലിവറി പ്രോസസ്സാണ് നടക്കുന്നത്. സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് നോൺ റിട്ടേൺ വാൽവ്സ് ഓർ വൺ വേ വാൽവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. Now, when the crank rotates, the piston reciprocates inside the cylinder, alternately filling and emptying the cylinder. അതായത് സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഫില്ലിംഗ് ആണ് നടക്കുന്നത്. ഡെലിവറി സ്ട്രോക്കിന്റെ സമയത്ത് എംപ്റ്റിങ് ഓഫ് ദ സിലിണ്ടർ ആണ് നടക്കുന്നത്. A strainer is provided at the end of the suction pipe in order to keep leaves, wooden pieces and other rubbish away from the pump. അത് നമ്മൾ സ്ട്രെയിനറിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഇനി നമുക്ക് നോക്കേണ്ടത് കമ്പാരിസൺ ഓഫ് സെൻട്രിഫ്യൂഗൽ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസുകൾ വരാമെന്ന് നോക്കാം. The flow of the liquid from the centrifugal pump is smooth, even whereas from the reciprocating pump is pulsating. അത് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ വർക്കിംഗ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സെൻട്രിഫ്യൂഗൽ പമ്പിൽ ടു ആൻഡ് ഫ്രോ മോഷൻ, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിരിക്കും ഫ്ലോ. ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കേസിൽ പൾസേറ്റിംഗ് ആയിരിക്കും. ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉള്ളതുകൊണ്ടാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്ചാർജ് ആൻഡ് ലോ ഹെഡ്സ്. ഈ കണ്ടീഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ, ലാർജ് ഡിസ്ചാർജ് അതായത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, വോളിയം ഫ്ലോ റേറ്റ്, എത്ര ഒരു പെർ സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വോളിയമാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ഞാൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ കൂടുന്തോറും അല്ലെങ്കിൽ ഹെഡിന്റെ വാല്യൂ കുറവാണെങ്കിൽ ഈ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ഹൈ ഹെഡും ലോ ഡിസ്ചാർജും ആയിരിക്കും കണ്ടീഷൻ വരുന്നത്. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് ലെസ് കമ്പയർഡ് ടു ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. കാരണം നമുക്ക് വാൽവുകളോ അല്ലെങ്കിൽ ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം ഒന്നും നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിലില്ല. അതുകൊണ്ട് അത് ചീപ്പായിരിക്കും. സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് കോമ്പാക്ട് ആൻഡ് ഒക്യുപ്പൈസ് ലെസ് ഫ്ലോ സ്പേസ്. ഈ മുൻപത്തെ റീസൺ തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അതായത് ലെസ് കോമ്പോണൻസ് ഉള്ളതുകൊണ്ട് കോമ്പാക്ട് ആയിരിക്കും, ലെസ് ഫ്ലോ സ്പേസ് ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യാം. then with the reciprocating pump 6 to 8 times കൂടുതലെടുക്കും സെൻട്രിഫ്യൂഗൽ പമ്പിനായിട്ടുള്ള. എഫിഷ്യൻസി ഓഫ് എ ലോ ഹെഡ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് എ ലോ ഹെഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇനി അതേപോലെ തന്നെ സ്മോൾ ഡിസ്ചാർജ് ആൻഡ് ഹൈ ഹെഡ് ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയിരിക്കും സെൻട്രിഫ്യൂഗൽ പമ്പിനായിട്ടുള്ള കൂടുതൽ വരിക. സെൻട്രിഫ്യൂഗൽ പമ്പ് നീഡ്സ് പ്രൈമിംഗ് വേർ നോ പ്രൈമിംഗ് ഈസ് റിക്വയർഡ് ഫോർ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതായത് പ്രൈമിംഗ്, വാട്ടർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ, സെൻട്രിഫ്യൂഗൽ പമ്പിൽ. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ അതിന് ആവശ്യമില്ല. ഹൈ വിസ്കസ് ലിക്വിഡ് സച്ച് ആസ് ഓയിൽസ്, മഡി, സിവേജ് വാട്ടർ, പേപ്പർ പൾപ്പ് ക്യാൻ ഈസിലി ബി ഹാൻഡിൽഡ് ബൈ സെൻട്രിഫ്യൂഗൽ പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വാൽവുകൾ ജാം ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കമ്പയർഡ് ടു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഇൻസ്റ്റലേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് ഈസി. കൺസ്ട്രക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് സിമ്പിൾ. Maintenance of centrifugal pump is low.
Due to high head of centrifugal pump, impeller can be directly coupled to electric motor.